ഒരു കുട്ടി ഈ ഭൂലോകത്തേക്ക് ജനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത്? എങ്ങനെയാണ് ഒരു കുട്ടി തെമ്മാടിയായി തീരുന്നത്? ഒരു സഹോദരി എങ്ങനെയാണ് ഒളിച്ചോടാൻ പ്രേരകമാകുന്നത്? എന്താണ് അതിനുള്ള കാരണം? എന്താണ് ഒളിച്ചോടുന്നു? അതിനെ 2 ആയത്തും ഹദീസും ഇട്ടിട്ട് അവരെ കൊണ്ട് കുലുക്കി കളയുക, അവരെ പേടിപ്പിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക. അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറയുക, മാറിയിരുന്ന് കമന്റ് ഇടുന്നതിനപ്പുറം എന്താണ് ഈ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലുള്ള രഹസ്യം? എന്താണ് നമ്മുടെ മക്കൾ കഞ്ചാവിനും മറ്റുള്ളതിനുമൊക്കെ അടിമപ്പെടാനുള്ള കാരണം? അതിന്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ അവിടെയൊന്ന് ശരിക്കൊന്നു ശ്രദ്ധ പതിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര വഇന്നമാ അബവാഹു യുഹവിദാനിഹി വയുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ശുദ്ധമായ പ്രകൃതിയിലാണ്. ഒരൊറ്റ കുട്ടി പോലും തിന്മയുടെ വക്താവായിട്ടല്ല ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നത്, നല്ല കുട്ടിയായിട്ടാണ്. ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനാക്കുന്നത്, അവനെ ജൂതനാക്കുന്നത്, അവനെ ക്രൈസ്തവനാക്കുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഉറക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ പിഴപ്പിക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം. കുറ്റപ്പെടുത്തൽ തുടങ്ങി എന്ന് പറയണ്ട. കാരണം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ വല്ല തെറ്റും അവൻ ചെയ്യുന്നുണ്ടോ? വല്ല തെറ്റും അവനറിയാവോ? അവനറിയാവോ ടിക്ടോക്ക്? അവനറിയാവോ വാട്സാപ്പ്? അവനറിയാവോ ഫേസ്ബുക്ക്? അവനറിയാവോ അശ്ലീലത? അവനറിയാവോ അന്യ പെണ്ണുമായിട്ടുള്ള പ്രേമം? അവനറിയാവോ അന്യ സഹോദരിയുമായിട്ടുള്ളതാകുന്ന ലയനം? അവനറിയില്ല. ഒന്നും അറിയാത്തൊരു പിഞ്ചോമന കുഞ്ഞായിട്ടാണ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. അവന്റെ മാതാപിതാക്കളാണ് തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സർവ്വ മേഖലകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ മേഖലകളിലേക്കും വഴിതിരിച്ചു വിടുന്നത്, അത് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതിനെവിടുന്നേ തുടങ്ങണം? അതിന് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുതലേ നീ ശ്രദ്ധിക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് നല്ല ദിവസം, നല്ല സമയം, നല്ല സന്ദർഭം വെള്ളിയാഴ്ച രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയതാണ്. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പുള്ള പകലുള്ള സമയം, രാവിലെ അതിരാവിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടാൻ മനോഹരമായ സമയം. അത്താഴത്തിന്റെ സമയം, ഇടയത്താഴ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ടൈമാണ് ഇതൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കുക, സമയങ്ങൾ ശ്രദ്ധിക്കുക, നല്ല മാസങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കുറെ കാട്ടിക്കൂട്ടലല്ല വൈവാഹിക ജീവിതം. മക്കളാകുക എന്നുള്ളതല്ല ലക്ഷ്യം, ആ മക്കൾ സാലിഹാകുക എന്നുള്ളതാണ് മർമ്മപ്രധാനം. കാരണം മക്കൾ വലുതായിട്ട് ഉസ്താദെ അവൻ നമസ്കരിക്കുന്നില്ല, അവൻ നോമ്പ് പിടിക്കുന്നില്ല, അവൻ ദീനിന് വേണ്ടി സഹായിക്കുന്നില്ല, അവൻ എന്നെ നോക്കുന്നില്ല എന്ന് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ, ജീവിത കാലഘട്ടത്തിൽ മക്കളോട് മാന്യമായ രീതിയിലുള്ളതാകുന്ന പെരുമാറ്റ ചട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ ജമഅ റജുലു മഅഇമറാതിഹി ഇംതവ ശൈത്വാനു യഹ്ലീലാ ഫയുജാമിഉ മഅഹു അഹ്ലഹു സദഖ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്,
ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കൽ നിർബന്ധമാണ്. പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ടാകണേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുനിയേണ്ടത്. ബിസ്മി ചൊല്ലാതെ അഊദു ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇംതവശൈത്വാനു ഇഹ്ലീലാ, പിശാച് പുരുഷന്റെ ജനനേന്ദ്രിയത്തിൽ ചുരുണ്ട് കടക്കുമേ, ചുരുണ്ട് കടക്കുമേ. ചുരുണ്ട് കടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ സമൂഹം അറിയണ്ടേ. ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ രണ്ടുപേരും ഓർമ്മിപ്പിക്കണം, ബിസ്മിയല്ല് എന്ന് ഓർമ്മിപ്പിക്കണം. ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. എങ്ങനെയെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടങ്ങ് പോകുക, ഒരു രതി സുഖം, അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല എങ്കിൽ വലിയ വിഷയം ഉണ്ടാകും. മക്കള് സാലിഹാകണോ, തുടക്കം മുതലേ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ സമൂഹം ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇംതവശൈത്വാനു ഇഹ്ലീലാ, പിശാച് ജനനേന്ദ്രിയത്തിനുള്ളിൽ ചുരുണ്ട് കടക്കുമേ, ചുരുണ്ട് കടക്കുമേ. ഫയുജാമിഉ മഅഹു അഹ്ലഹു, ആ സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാചും കൂടെ ബന്ധപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാണ്, ഒരാളും അവിശ്വസിക്കാൻ പാടില്ല. ചെറിയ കാര്യമല്ല. അപ്പം മകൻ പിഴച്ചു പോവാൻ പൈശാചികത ഉണ്ടാകുകയാണ്. വിത്തിറക്കി അതിന്റെ കളകൾ നമ്മൾ നീക്കം ചെയ്യും, അല്ലേ? വിത്തിന്റെ കളകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി, ഉള്ള വിത്ത് മനോഹരമാകുന്നതിന് വേണ്ടി. ഇത് കളയിലേക്ക് കൊണ്ടുവന്ന് കള കളയാതിരിക്കുകയാണ്, അതിലേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തുകയാണ്. ഇവിടെ പിശാചിന്റെ കുത്താണ് ഇവിടെ നടക്കുന്നത്. പിശാച് വന്ന് ഇൻജക്ഷൻ ചെയ്യാൻ. പിശാചിന്റെ പൈശാചികത ആ കുട്ടിയിൽ ഉണ്ടാവുകയാണ്. ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിത്തീരുകയാണ്. എന്താ, പിശാചിന് ഭാര്യമാരില്ലേ? പിശാച് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ നിൽക്കുന്നത്? ഭാര്യമാരുണ്ടല്ലോ. അതല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുകയും നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺ പിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുന്ന മനുഷ്യൻ തലമറയ്ക്കുന്നതായ സഹോദരൻ സഹോദരി, ഇടതുഭാഗത്തിന്മേൽ ആസ്വദിച്ചുകൊണ്ട് വസ്ത്രം അല്പാൽപമായി മാറ്റിക്കൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നീ ചൊല്ലേണ്ടുന്നതായ പ്രാർത്ഥനയാണ്. അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺ പിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. അപ്പൊ പെൺപിശാചുക്കളുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധിക്കണേ. വേറെ ഒരു സ്ഥലത്തും പെൺപിശാചുക്കളെ തൊട്ട് കാവൽ തേടാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ബാത്റൂമിലല്ലാതെ, ടോയ്ലറ്റിൽ കിടക്കുമ്പോഴല്ലാതെ. എന്തുകൊണ്ട്? ടോയ്ലറ്റിൽ വലിയ വിഷയമാണ്. ഒരുപാട് ആളുകൾ അവിടെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പൊ മൊബൈലുമായിട്ട് എല്ലാവരും അങ്ങോട്ട് കയറുന്നു. എത്തിക്കാഫിന്റെ നിയത്ത് അവിടെ ഇരുന്നുകൊണ്ട് റാഹത്തായിട്ട് ഇതെല്ലാം നോക്കുക. ഫേസ്ബുക്ക്, വാട്സാപ്പ്. രാവിലെ എഴുന്നേറ്റോണ്ട് മൊബൈലുമായിട്ട് അങ്ങോട്ട് പോവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരിക്കാം. പത്രവും കൂടി എടുത്തുകൊണ്ട് പോവാം, സൗകര്യമായി. പല്ല് അവിടെ ഇരുന്ന് തേക്കുക ഒരിക്കലും പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ധൃതിയാണ്. സമയമില്ലല്ലോ. അപ്പൊ എല്ലാം കൂടി ഒറ്റയടിക്ക് എല്ലാം കഴിയും. അപ്പിയിട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിയും. അതിനുവേണ്ടി ധൃതി കാണിക്കാൻ വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. ഇതുവരെ ചെയ്യാത്തതാകുന്ന സഹോദരങ്ങളുണ്ടാകും, നിത്യമാക്കാത്തതായ ചെറുപ്പക്കാരുണ്ടാകും. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. കാരണം നീ എത്രയോ രോഗികളെ മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ കാണാൻ നിനക്ക് സാധിക്കും. നഊദു ബില്ലാഹ്, മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാതെ
ട്യൂബിട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ആരോഗ്യ കാലഘട്ടത്തിൽ ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുമ്പോ സന്തോഷത്തോടുകൂടി പോകുന്ന സഹോദര, ഇടതുകാല് വെച്ചുകൊണ്ട് കയറണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ചെരുപ്പ് ധരിക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. തലമറക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇടത് ഭാഗത്തിന്മേൽ ചെരിഞ്ഞിരിക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാത്തതാകുന്ന സഹോദര, പിശാചുക്കളെ തൊട്ട് കാവൽ തേടണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇത് പറയണം, നീ പറഞ്ഞേ പറ്റൂ. കാരണം മറ്റുള്ള രോഗികളാകുന്ന ആളുകളെക്കൊന്ന് കണ്ടെങ്കിൽ നീ ഉറക്കെ പറയും. ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മലവും അല്പമൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ, ട്യൂബിട്ടുകൊണ്ട് മൂത്രസഞ്ചിയിൽ നിന്ന് ട്യൂബിട്ടിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകൾ. എത്ര ആളുകളുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ഇതൊന്ന് പുറത്തിടാൻ വേണ്ടി. നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ചെന്നിരുന്നാൽ മതി, നീ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് പോവാൻ പരിപൂർണമായ രീതിയിൽ. അപ്പോൾ നീ പറയേണ്ടതാണ്, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. അപ്പോൾ പിശാചുക്കൾക്ക് ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. പിന്നെ എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? വിത്തിലവർ വിഷം ഇറക്കുകയാണ്, വിഷം നിറയ്ക്കലാണ്. ഇവൻ യഥാർത്ഥമാകുന്ന മുസ്ലിമാകരുത്, ഇവൻ മുഅ്മിനെന്ന നാമധാരിയാകണം, ഇവൻ കാഫിറിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ അവിശ്വാസത്തിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കണം, ഇവന്റെ മക്കളും വ്യഭിചരിച്ചുകൊണ്ട് നടക്കണം, ഇവൻ സിനിമ കണ്ടുകൊണ്ട് നടക്കണം, ഇവൻ സിനിമാ ലോകത്തേക്ക് വിഹരിക്കണം, ഇവൻ റിയാലിറ്റി ഷോകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം, ഇവൾ അന്യന്റെ കൂടെ ഒളിച്ചോടാനുള്ളവളാണ്. അതിനു വേണ്ടിയുള്ളതാകുന്ന പ്രവർത്തനം പിശാച് തുടക്കത്തിലേ നടത്തുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. അവിടെ തുടങ്ങണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഘട്ടം, പിന്നെ ഭാര്യ പാലിൽ കുങ്കുമപ്പം കലക്കിയിട്ട് കുടിക്കലല്ല വേണ്ടത്. ഗർഭസ്ഥ ശിശുവിന് കൊടുക്കേണ്ടത് തഖ്വയാണ്, ഖുർആൻ ഓതണം. കാരണം ശുദ്ധിയുള്ള കാലഘട്ടമാണത്. 9 മാസവും 10 ദിവസവും ശുദ്ധിയാണ് നിനക്ക്, പെണ്ണെ നിനക്ക് ശുദ്ധിയാണ്. അശുദ്ധി ഇല്ലാത്തൊരു സമയം തുടർച്ചയായി കിട്ടാൻ ഇതുപോലൊരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല. ഇബാദത്തിൽ മൊഴിയിൻ, ഖുർആൻ ഓതിൻ, വിക്ർ ചൊല്ലിൻ, സ്വലാത്ത് ചൊല്ലിൻ. എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും, എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും. നീ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിനു വേണ്ടി, മഹത്തുക്കളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് നീ നല്ലതുപോലെ ഒരു ഖത്മ തീർക്കൻ. എൻ്റെ മക്കൾ സാലിഹാകണം, അവരെ പോലെ അസ്ഹാബുൽ ബദറിനെ പോലെ എൻ്റെ മക്കൾ സാലിഹാകണം, മുത്തുനബിയുടെ കുടുംബത്തെ പോലെ സാലിഹാകണം എൻ്റെ മക്കൾ. നല്ല നിയ്യത്തിൽ നീ യാസീനോദിൻ, ഖുർആനോദിൻ, ഖത്മ തീർക്കൻ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിൻ. ആ സമയത്ത് സിനിമയുടെയും സീരിയലിന്റെയും ലോകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരിമാരൊക്കെ. എല്ലാവരും അതാണ്. ഇതിപ്പോ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നു, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നു, ഗർഭിണിയാണ് ഭാര്യ, കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ? മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ, മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. എന്താ മനസ്സ് വിഷമിപ്പിച്ചാൽ എന്താ? മനസ്സ് വിഷമിച്ചാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവന്റെ ആരോഗ്യത്തിന് കേടാൻ. ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഇവളെ അടിക്കോ ഇടിക്കോ തൊഴിക്കോ ഒന്നും ചെയ്യരുത്. ചില കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് അത് മനസ്സിലായി തിരിയുന്നതാകുന്ന ഡോക്ടർമാർ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തും. ഇവളെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് കാലികമാകുന്ന അറിവ്, വളരെ ശ്രദ്ധിക്കേണ്ട അറിവാണ് ഈ പറയുന്നത്, ചെറിയ കാര്യമല്ല. മക്കളെ സാലിഹാത്ത് എന്താ ഉസ്താദെ? തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ട വെച്ചിട്ട് ഊതിയിട്ട് ഊതിയിട്ട് എന്തായാലും ചെയ്യേണ്ട കുറെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല, ചെയ്യാതെ നമ്മൾ കിടന്ന് വിലപിച്ചിട്ട് എന്താ കാര്യം? ഇവനെന്താ ഉസ്താദ് നന്നാകാത്ത? ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ട് ഓതാൻ വിട്ട്, അവിടെ വിട്ട് ഇവിടെ വിട്ട്, രക്ഷയില്ല. പാപ്പ ചെയ്യേണ്ട കുറെ പ്രവർത്തനം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാതെ പോയി. നിന്റെ വൈവാഹിക തലത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ ഒരു സാധാരണ സ്ത്രീയല്ല. ഇസ്ലാം അവൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ചെറുതല്ല. ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ ചെറുതാക്കിയല്ല കണ്ടത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ്. അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ്.
പിന്നെ അവരോട് പുറത്തു പോകാൻ പാടില്ല, അന്യരുമായി സംവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കാനുള്ള കാരണം, സംവദിക്കുമ്പോൾ മറയിൽ നിന്നുകൊണ്ട് സംവദിക്കണം, സംഭാഷണം നടത്തണമെന്ന് പറയാൻ കാരണം അവരുടെ സുരക്ഷിതത്വമാണ്, വേറൊന്നുമല്ല. കാരണം ഇന്ന് നടക്കുന്ന വ്യഭിചാരങ്ങളും ഇന്ന് നടക്കുന്ന പ്രേമവിവാഹങ്ങളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരിൻ്റെ അവസാന ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയാണ്. നമ്മളിലുള്ളതാകുന്ന സഹോദരിമാർ 40 കഴിഞ്ഞ സഹോദരിമാരൊക്കെ ഒളിച്ചോടാൻ നിൽക്കാൻ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുക അന്യമതത്തിനോടൊപ്പം. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളല്ല, അവർ കുടുംബത്തോടൊപ്പം ഇസ്ലാം മതത്തിലേക്ക് വരികയാണ്. കാരണം ഇസ്ലാം സമ്പൂർണ്ണമാണ്, ആ ഇസ്ലാമിൽ പരിപൂർണ സുരക്ഷിതത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവരെ ബോധമുള്ളവരാക്കി, അവരുടെ അവബോധ മനസ്സിനെ തൊട്ടുണർത്തി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ധാരാളം ആളുകൾ അങ്ങനെ കടന്നു വരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഉമ്മ ശ്രദ്ധിക്കണേ, ഉമ്മ ശ്രദ്ധിക്കണേ, അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഉമ്മ ആരാണ്? ഉമ്മാരാണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉമ്മയാണ് കാര്യകർത്താവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടിലെ കാര്യകർത്താവ്, അല്ലേ? അവളാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങൾ ഭർത്താവ് കൊടുത്ത സമ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരും. അത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കാൻ പാടില്ല. ഭാര്യ ഹലാലായ മാർഗത്തിലേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഹറാമായ മാർഗത്തിലേക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാൻ പാടില്ല. ഭർത്താവും കൊടുക്കരുത്, ഭാര്യയും അതുപോലെ തന്നെ സാലിഹത്തായിരിക്കണം, വളരെയേറെ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവളായിരിക്കണം. മക്കളെ ശരിക്ക് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശു എന്തൊക്കെ കൊടുക്ക, എന്തൊക്കെ ഹൈറായ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതൊക്കെ നീ കഴിച്ചോ. നല്ല അനാർ വാങ്ങിച്ച് നീ കഴിക്ക്. കുട്ടി വെളുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവര് കുങ്കുമപ്പൂ അത് ഇട്ടിട്ട് പാലിൽ കലക്കി കുടിക്കുന്നു, ചെയ്തു, അതിനൊന്നും തെറ്റില്ല. ഞാൻ ഒരിക്കലും അതൊന്നും തെറ്റായിട്ട് പറയല്ല, അതൊന്നും ഒരിക്കലും പ്രശ്നമല്ല. നല്ല നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കും. അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു, നല്ല ഉണക്കമുന്തിരി കഴിക്കുന്നു, കുട്ടി നല്ലതാകണം, നല്ല ആരോഗ്യമാണ്. ഡോക്ടർ പറയുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. വനിത മറ്റു മാഗസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ വല്ലതും ഉണ്ടോ? കുട്ടിക്ക് ആത്മീയമാകുന്ന ഒരു പോഷകം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കുട്ടിക്ക് ആത്മീയമായ ഒരു പോഷകാഹാരം ഉമ്മ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മയാണത് കൊടുക്കേണ്ടത്. കാരണം വാപ്പയുടെ കയ്യിൽ നിന്ന് പോയി ഉമ്മയുടെ ഉദരത്തിലാണുള്ളത്. 9 മാസം ഇനി അവിടെ രൂപപ്പെട്ടു വരിക. 4 മാസമാകുമ്പോഴേക്ക് അവന്റെ ശരീരത്തിലേക്ക് ആത്മാവുതപ്പെടുന്നു. ശരീരത്തിന്റെ വളർച്ച പരിപൂർണമായി എത്തുന്നു. ഒരു കുട്ടിയുടെ രൂപഭാവത്തിലേക്ക് മാംസക്കട്ടയിൽ രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, മാംസക്കട്ടയിൽ നിന്ന് മനുഷ്യ കോലത്തിലേക്ക് രൂപത്തിലേക്കും ഭാവത്തിലേക്കും 4 മാസമാകുമ്പോഴേ കുട്ടി രൂപപ്പെട്ടു വരുന്നു. അതിലേക്കാണ് ആത്മാവുതപ്പെടുന്നത്. 9 മാസമാകുമ്പോൾ എല്ലാം പൂർത്തിയായി. ആ കുട്ടി പുറത്തേക്ക് വരാൻ റെഡിയാകാൻ. കുട്ടി ഉള്ളിൽ നിന്നൊക്കെ കേൾക്കുക. ഉമ്മയുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് കുട്ടി വളരണം. ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പൊക്കിൾക്കൊടി കണക്ഷൻ. ഉമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടിയെ അറിയും, കുട്ടിയെ സ്വാധീനിക്കുമെന്നാണ്. അതുകൊണ്ട് ഗർഭസ്ഥ ശിശു കുട്ടി ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ശരിക്കും ഖുർആൻ ഓതട്ടെ. അങ്ങനെ ഒന്ന് ഓതിയൊരു കുട്ടി അവൻ സാലിഹാക്കാത്തുണ്ടെങ്കിൽ പറയും, പറ, ഞാൻ ഇത്രയും ഖുർആൻ ഓതിയിട്ട് അവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ ഇത്ര ഹത്തം തീർത്തിട്ടുണ്ടെന്ന് പറയുന്ന ഉമ്മമാരുണ്ടോ? ഞാൻ ഇത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഇവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇത്ര നന്മ ചെയ്തിട്ടുണ്ട്. 4 മാസം കഴിയുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ, അവനെയും കൊണ്ടൊരു യാത്ര പോകും. എവിടെയാ പോകേണ്ടത്? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക്. പരിശുദ്ധമായ ഒരു ഉംറ നിർവഹിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ ദുആയിരക്ക്, അല്ലാഹുവേ, സാമ്പത്തികമുള്ളവരുടെ കാര്യമായി പറയുന്നത്, അല്ല ടൂറ് പോവല്ല, ലുലുമാളെന്ന് കണ്ടേക്കാം, അമ്മച്ചി വയറും വെച്ചുകൊണ്ട് അവിടെ കിടന്ന് തുള്ളുക, അവിടെ കറങ്ങുക. തിരുവനന്തപുരത്ത് ഒരു ലുലുമാൾ വരുന്നുണ്ട്, അത് കാണണം, അതിനുവേണ്ടി അവിടെ ഇപ്പോഴേ പോയി ക്യൂ നിൽക്കുക. ഇതാണ് കളി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിലൊന്നും ഒരു അർത്ഥമില്ല. നമുക്ക് ആഖിറം ലക്ഷ്യമാക്കണം, ആഖിറം ലക്ഷ്യം വരണം. കാരണം ഈ കുട്ടി സാലിഹാകണം, അത് നമ്മുടെ മർമ്മപ്രധാനമാണ്. ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. നമുക്കൊരു കുട്ടിയെ അള്ളാഹു നൽകി, ആ ഒരൊറ്റ കുട്ടി മതി രക്ഷപ്പെടാൻ. ഒരു കുട്ടി സാലിഹായിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്ക്, കുട്ടി ഉറപ്പായിട്ടും സാലിഹാകും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ, ഹാലും മുർതഹീലുമാണ് സഹാബ. ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖത്മതാ ഇസ്തനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ചിട്ട് വീണ്ടും തുടങ്ങി വെക്കലാണ് സഹാബ, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ കൊടുത്തതാകുന്ന പരിശുദ്ധമായ ഖുർആൻ, വിശ്വാസികളുടെ കാറ്റലോഗ് എന്ന പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതായ പരിശുദ്ധമായ ഖുർആൻ കാഫിരീങ്ങളടക്കം ലോകത്തുള്ള സർവരോടും വെല്ലുവിളിച്ചില്ലയോ, ഈ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് തത്തുല്യമായി ഒരു സൂറത്തോ ഒരു ആയത്തോ നിങ്ങൾ കൊണ്ടുവരണേ. സാധിക്കില്ല. പരിശുദ്ധമായ ഖുർആനെ തത്തുല്യമായി ഇട്ടുന്നവരെ ഒരാൾ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഫസാഹത്തും അതിന്റെ ബലാഗത്തും അത്രമേൽ വ്യാപ്തിയാണ്. ആ പരിശുദ്ധമായ ഖുർആനോദലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എൻ്റെ മകൻ സാലിഹാകണം, എൻ്റെ മകൻ ഹാഫിളാകണം, എൻ്റെ മകൻ ആലിമാകണം, പാരത്രിക ലോകത്ത് എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് വിജയിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മകനെ ഗർഭസ്ഥ ശിശുവായി പടച്ചറബ് നൽകിയപ്പോ ഖുർആൻ ഓതിക്കൊണ്ട് നീ മകനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിന്റേതാകുന്ന ഒരു കണക്ഷൻ, പൊക്കിൽ കൂടി ബന്ധം നിന്റെ പ്രിയപ്പെട്ട കുട്ടിയിലേക്ക് അല്ലാഹു നൽകിയിരിക്കുകയല്ലയോ? നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കുട്ടിയിലേക്ക് എത്തുകയല്ലയോ? നീ ശ്വസിക്കുമ്പോൾ കുട്ടിയും അതിലൂടെ ശ്വസന പ്രക്രിയ നടത്തുകയല്ലയോ? നീ എന്തേ വിശുദ്ധ ഖുർആൻ നിന്റെ ശ്വാസോച്ഛ്വാസമാക്കാത്തത്? നീ ദിക്റെന്തേ, വിശുദ്ധമായ ദിക്റെന്തേ നിന്റെ ശ്വാസത്തിലൂടെ കടത്തിവിടാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ, സലാത്ത് അധികരിപ്പിക്കാത്തത്, സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കാത്തത്, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കുട്ടി സാലിഹാകണോ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കൊണ്ട് മദ്രസയെ കൊണ്ട് വിട്ടു, എൻ്റെ പള്ളിയിലെ ഉസ്താദിനോട് പറയാം, ഉസ്താദേ ഒഴിച്ച ശരിയായില്ല ഏട്ടാ, ഓതിലേ അവനെ കണ്ടില്ല, അവനിങ്ങനെ കുരുത്തക്കേട് കാണിച്ചു. എന്താ കാണിക്കുക? ഇതിന് മുമ്പുള്ള കാര്യം ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, മകൻ റെഡിയാവും. ഇല്ലെങ്കിൽ പണി കൂടുതലുണ്ട്, നന്നാകത്തില്ല എന്നല്ല, പണി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എന്താ ഉസ്താദേ? അത് പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഇപ്പൊ പെട്ടിരിക്കുക ഉസ്താദേ, കാരണം ദേ ഇരിക്കുന്നുണ്ട് ഒരുത്തൻ, 25 വയസ്സായി, ദേ അടുത്തൊന്നും ഇരിപ്പുണ്ട്. ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? മക്കളായി, നമ്മളൊക്കെ ഇതിൽ നിന്ന് റിട്ടയർഡായി, എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ഉസ്താദ് എന്ന് കരുതിയിട്ടിരിക്കുന്നവരുണ്ടാവും. ഇവരെങ്ങനെ നന്നാവും എന്ന് കരുതിയിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. അതിനുള്ള വഴി പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മർമ്മപ്രധാനമായി എൻ്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ആയില്ലല്ലോ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവരോടാ പറയുന്നത്, ആ കോലത്തിലാകണമെങ്കിൽ പണി ഇച്ചിരി കൂടുതൽ എടുക്കണം, അത് തുടക്കത്തിലേ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ ശരിയായേനെ. ഇനിയുള്ള യുവാക്കളുണ്ടാകുമല്ലോ, ചെറുപ്പക്കാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും, ഇനിയും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാം ഇതൊരു നിസ്സാര കാര്യമല്ല. നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനസ്സിലാക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും ദീനിന്റെ ഭാഗമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒളു എടുത്തുകൊണ്ട് ഭാര്യയെ നമ്മൾ സമീപിച്ചിട്ടുണ്ടോ? ആരാ അങ്ങനെ കടക്കുന്ന സമയത്ത് ഒളു എടുക്കുന്നത്? തങ്ങാൻ പോലെ ഭാര്യയെ തൊട്ട ഒളു മുറിയെന്നും പറയുന്നുണ്ട് മുസ്ലിയാർ.
പിന്നെ എന്തിനാ ഇനിയിപ്പോൾ തൊടുന്നത്, ഒളു എടുക്കുന്നത്? അങ്ങനെയല്ല, ഒളു എടുത്തിട്ട് തന്നെ കിടപ്പറയിൽ വരണം. തൊടട്ടെ തൊടാതിരിക്കട്ടെ, അത് വേറെ വിഷയമാണ്. പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് അതാണ്. കിടപ്പറയിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഒളു വേണം. ആരോടെ ഒളു എടുക്കുന്നത്? ഒളു നിത്യമാക്കുന്നത് ആരാ ഉള്ളത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വർഗ്ഗം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു കെട്ടിടം കാണുകയാ. സുബ്ഹാനല്ലാഹ്, ആരുടെയാണ് ഈ കെട്ടിടമെന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇത് ബിലാൽ ഇബ്നു റബാഹിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് ബിലാലിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് കറുത്ത മുത്തിൻ്റെതാകുന്ന കൊട്ടാരമാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മിഅ്റാജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് സംഭവം വിവരിക്കുകയാണ്. കൂട്ടത്തിൽ കേട്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ് പൊട്ടിക്കരയുകയാണ്. തനിക്ക് ഇത്രത്തോളം വലിയ സന്തോഷമാകുന്ന വാർത്തയല്ലേ കിട്ടിയിരിക്കുന്നത്? സ്വർഗത്തിൽ മനോഹരമാകുന്ന കൊട്ടാരം, മാണിക്യത്താലുള്ള പവിഴത്താലുള്ളതാകുന്ന മുത്തിനാടുള്ള കൊട്ടാരം, കറുത്ത മുത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പണിതിരിക്കുന്നു എന്ന് കേട്ടപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനോട് ചോദിക്കുകയാണ്, ബിലാലേ പറയൂ ബിലാലേ, ഈ നിന്റെ കൂട്ടുകാരൊന്ന് കേൾക്കട്ടെ, നീ എന്ത് അമലാണ് പ്രത്യേകമായി ചെയ്തിട്ടുള്ളത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലേ പ്രത്യേകമായ അമലും എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അവിടുന്ന് കാണുന്നത് പോലെ എൻ്റെ കൂട്ടുകാരെ ചെയ്യുന്നത് പോലെയല്ലാതെ, നമസ്കാരം നിലനിർത്തുന്നത് പോലെയല്ലാതെ മറ്റൊരു പ്രത്യേകമായ അമലും എനിക്കില്ല റസൂലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കൃത്യമായി എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്ക് മുഴക്കാൻ ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്, നിത്യമായി ഒളു എടുക്കുന്ന വ്യക്തിയാ. ഒളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് വുദൂഇന്റെ സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അത് കാരണമായിട്ടായിരിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരിയാണ് ബിലാൽ, നീ പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ് ബിലാൽ. ആർക്കാണ് സഹോദരാ സഹോദരി ഇത് നിത്യമാക്കാൻ സാധിക്കുന്നത്? വുദൂ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമസ്കാരത്തിന് വേണ്ടി മാത്രമാകരുത്. നിന്റെ ജീവിതത്തിന്റെ നാനോന്മുഖ മേഖലകളിലും എവിടെ പോയിരുന്നാലും, ഏത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നാലും 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കണേ. അതിനുവേണ്ടി വുദൂ ചെയ്യണേ. വുദൂ നിത്യമാക്കൽ ഏറ്റവും നല്ല കർമ്മമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വുദൂ ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. വുദൂഇന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. വേറൊന്നുമില്ല. നമ്മളാരും ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? വുദൂ ശരിക്കും എടുത്തിട്ടുണ്ടോ? നല്ല പിന്നെ ബാക്കി ചർച്ച. എന്താ വുദൂ? നമുക്ക് വുദൂ ഇല്ല, എപ്പോഴും വുദൂ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുക. അതവസ്ഥ ഇപ്പോൾ ഉള്ളത്. എപ്പോഴും വലിയൊരു വിഷയമാണ്, എന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതാവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വുദൂ നിത്യമാക്കണം. വുദൂ നിത്യമാക്കണം. നല്ലൊരു അമലാണ്. കാരണം എന്താ, നമ്മളിപ്പോൾ ഈ സദസ്സിൽ വന്നൊരു വുദൂ ഉണ്ട്. ഇവിടെ നമ്മളങ്ങോട്ട് കുഴഞ്ഞു വീണു, എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ോടുകൂടിയാണ് റബ്ബ് ചിലപ്പോൾ അങ്ങ് കബൂലാക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. വുദൂ എപ്പോഴും എടുത്തോ. എന്തായാലും 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിന് നല്ല റാഹത്തായിട്ട് വുദൂ എടുത്താൽ മതി. പിന്നെ മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ കീഴ്വായു പോവും. ആ പോകുന്ന സമയത്ത് അവിടെ പോയി വുദൂ എടുത്തു. വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇല്ലാത്തൊരു കാലഘട്ടത്തേക്കാണെങ്കിൽ ഓക്കെ. വെള്ളം ഉള്ള സമയമല്ലേ വുദൂ നിത്യമാക്കണം. അങ്ങനെ സാലിഹായിട്ട് നിൽക്കണം. അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേ ശീലിക്കേണ്ട ചില കർമ്മങ്ങളാണ്. മക്കളെ അങ്ങനെ ശീലിപ്പിച്ച് നോക്ക്. ചിലർ ഉസ്താദ് അങ്ങോട്ട് വെളുക്കുന്നില്ല, ഫെറാലവരി തേച്ചിട്ട് രക്ഷയില്ല, ഫെറാലവരി വെളുത്തിരിക്കുക. നീ ഡെയിലി വുദൂ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ഈമാനിക പ്രഭ നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വുദൂ നല്ല നിയ്യത്തിന് അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി കമാ ബയ്യദത വുജൂഹ ഇബാദിക സ്വാലിഹീൻ ദുആ ചെയ്യണം. അങ്ങനെ മുഖം കഴുകുന്ന സമയത്തെ അല്ലാഹു എൻ്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ മുഖത്തിന് നീ പ്രഭ നൽകിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ഇരക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ ചെയ്യേണ്ട കർമ്മങ്ങളാണ്.
സഹോദരിമാർ ചിന്തിക്കൽ, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഉസ്താദെ നമ്മളെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞ് വിഷാദം വെക്കുന്നവരെ നിങ്ങൾ നോക്കാൻ വേണ്ടിയല്ല, ഖൈറായ ഇണ നിങ്ങൾക്ക് അള്ളാഹു നൽകും. അതിനുവേണ്ടി നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യും. ഒളു നിത്യമാക്കൻ ചെറിയ കാര്യമല്ല. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഒളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കൽ, മുഖത്തൊരു പ്രഭ അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നു, ബക്കറ്റ് അല്ലേ? എല്ലാവരും നല്ലൊരു സ്വതക്ക ചെയ്യണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ്. സാലിഹായ മക്കളാക്കണം. എൻ്റെ മക്കളെ എന്ന് നിയ്യത്ത് ചെയ്തിട്ടാകട്ടെ ഇന്നത്തെ സ്വതക്ക. വലിയ നിയ്യത്താണത്, ചെറിയ കാര്യമല്ല. സാലിഹാകുക, മക്കൾ സാലിഹാകുക ചെറിയ കാര്യമല്ല. ആഖിറത്തിൽ വലിയ കൂലിയാണ് അവരെ കൊണ്ട്, രക്ഷപ്പെടും ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടി ജനിച്ചാൽ അവന്റെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുകയും ഇടത് കാതിൽ ഇഖാമത്ത് നൽകുകയും ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സദഖ കൊടുക്കണം എല്ലാവരും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പോകും വിഷയത്തിൽ കൂടെ ശ്രദ്ധിക്കണേ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. പ്രകാമീൻ പറയും. അല്ലാതെ ആമീനൊരു പുറകോട്ട് ഉറക്കെ പറയും. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. സാലിഹീങ്ങളിൽ സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ.